നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. അന്യോന്യത്തിൽ ഇത്തവണ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാമി സന്ദീപാനന്ദ ഗിരിയാണ്. നമസ്കാരം സ്വാമി. സ്വാമി ഉൾപ്പെടുന്ന കേരളത്തിലെ സന്യാസ പരമ്പരയിൽ ഏറ്റവും ശ്രദ്ധേയനായ ചരിത്രപുരുഷനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുയായി പരമ്പരകൾ ഒക്കെ ചുറ്റിപ്പറ്റി ഒരു വിവാദം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെ അനുയായികളിൽ ചിലർ ക്രൂശിച്ചു എന്ന് ഒരു പക്ഷം, ക്രൂശിച്ചു എന്ന് പറഞ്ഞത്, അത് ചിത്രീകരിച്ചത് ഗുരുദേവനെ അപമാനിക്കലായി എന്ന് മറുപക്ഷം, അവരോടൊപ്പം ചേർന്ന് കേരളം ചേരിതിരിഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തർക്കത്തിലേക്ക് നോക്കിയാൽ സ്വാമിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ ആരോഗ്യപരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏതിൻ്റെ പേരിലാണെങ്കിലും. കാരണം കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു സമയത്ത് കേരളം വിസ്മരിച്ചിട്ടുള്ള ഗുരു. നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ സങ്കല്പം തന്നെ ആയിരിക്കാം ഈ താൻ ചർച്ച ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പരമ്പരയുടെ, ഋഷി പരമ്പരയുടെ ഒരു ആവശ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇപ്പോഴാണല്ലോ നമ്മൾ വളരെ ശക്തമായിട്ട് എന്താണ് ശ്രീനാരായണ ഗുരു, അല്ലെങ്കിൽ ഗുരു ദർശനം എന്താണ്, ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ ക്രൂശിക്കപ്പെട്ടു, അല്ലെങ്കിൽ ശ്രീനാരായണ ദർശനങ്ങൾ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പം അപ്പോൾ ശ്രീനാരായണ ദർശനങ്ങൾ എന്താണ്, ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കൂടുതൽ ചർച്ചയിൽ വരുന്നത്. അത് ആരോഗ്യപരമാണ്, വളരെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണത്. അതിൽ നമുക്ക് സന്തോഷമാണുള്ളത്. കാരണം നാരായണ ഗുരുദേവൻ ചർച്ച ചെയ്യപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, സമൂഹം വിസ്മരിച്ചിട്ടുള്ളതാണ്. ഗുരുദേവൻ്റെ ദർശനത്തിൻ്റെ ഏറ്റവും മഹത്തരമായ വളരെ ചെറിയൊരു കൃതിയായിട്ടുള്ള ദൈവദശകം പാഠ്യപുസ്തകമാക്കാൻ തീരുമാനം എടുത്ത് പിന്നെ അത് എന്താ പറയുക മാറ്റിക്കളഞ്ഞു. അതൊക്കെ ചർച്ച ചെയ്യേണ്ടതായിരുന്നു കേരളം. പക്ഷേ ഇപ്പോൾ പുതുതായി വീണ്ടും വിവാദത്തിൻ്റെ വഴിയിലാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത്. ഈ വിവാദമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ ആത്മീയ ആചാര്യനായി, ജാതി മത ഭേദമന്യേ കേരളത്തിൻ്റെ ആത്മീയ ആചാര്യനായി അംഗീകരിക്കപ്പെടണം, പ്രഖ്യാപിക്കപ്പെടണം എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ് സ്വാമി. അതെ. എന്തുകൊണ്ട് ഈ സന്യാസി വര്യന്മാരിൽ നിന്ന് ഗുരുദേവൻ വ്യത്യസ്തനായി നിൽക്കുന്നു, ഗുരുവിനെ ഇത്തരത്തിൽ കേരളം ആദരിക്കേണ്ടതുണ്ട് എന്ന ഒരു നിഗമനത്തിൽ, അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നതിൽ സ്വാമിജി എത്തിപ്പെട്ടു? തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഗാന്ധിജിയോടൊപ്പം, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗാന്ധിജിയോടൊപ്പം തന്നെ അടുത്ത് വെക്കേണ്ടുന്ന ഒരു ചിത്രമാണ്, ഛായാചിത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ. കേരളം മുഴുവൻ ആധ്യാത്മിക ഗുരുവായിട്ട് സ്വീകരിക്കുക തന്നെ വേണം. നമ്മൾ ഇനി അത് ചർച്ച ചെയ്തിട്ടില്ല. വാസ്തവത്തിൽ ഗുരുദേവൻ ഞങ്ങളുടെ ആളാണെന്ന് ചില കൂട്ടർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളത് തുറന്ന ചർച്ചയ്ക്ക് വെക്കണം. നമുക്ക് തോന്നുന്നു സന്യാസിമാരും എല്ലാവരും, എല്ലാ സമൂഹത്തിലെ എല്ലാവരും അതിന് കൂട്ടായി ഇരുന്ന ഒരു ചർച്ച, ഇതിൽ ആരോഗ്യപരമായ ചർച്ച ആവശ്യമാണ്. പലരുടെയും അദ്വൈതം വ്യത്യസ്തമാണ്. ചിലർ അദ്വൈതം പിന്തുടർന്നുകൊണ്ട് എല്ലാം ഒരുപോലെയാണ്, ഞാനും ലോകവും, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരുപോലെയാണ് എന്ന മട്ടിൽ കല്ലിനെയും പൊന്നിനെയും ഒരുപോലെ കണ്ട് ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങി എവിടെയെങ്കിലും കഴിഞ്ഞുകൂടുന്നു. ഗുരുവിൻ്റെ അദ്വൈതമാകട്ടെ മറ്റൊരു തരത്തിലുള്ളതായിരുന്നു. അത് ജനകീയ പ്രശ്നങ്ങളിൽ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. അത് സ്ഥലകാലങ്ങൾക്കൊത്ത് പുനർനിർണയം ചെയ്യപ്പെട്ട ഒരു സ്വന്തം രീതിയിലുള്ള അദ്വൈതമായിരുന്നു, വസ്തുനിഷ്ഠമായിരുന്ന അദ്വൈതമായിരുന്നു എന്ന് പറയാമോ? ഗുരുവിൻ്റെ അദ്വൈതത്തിന് എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടെങ്കിൽ അതെന്താണ്? വളരെ നല്ല ചോദ്യമാണ്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് കേരളത്തിൽ. എന്താണ് ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്വൈതവും അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ അദ്വൈതവും? ആളുകൾ ഈ കൺഫ്യൂഷനാണ്. അല്ലെങ്കിൽ വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ശരിയായ ഉപനിഷത്ത് ദർശനം തന്നെയാണ്. അപ്പോൾ നാരായണ ഗുരുദേവൻ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, സമൂഹത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ആധ്യാത്മികത തന്നെയാണ് ഗുരു ഉപയോഗിച്ചിട്ടുള്ളത്. വെറുതെ ആധ്യാത്മികത എന്തോ ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തമായിട്ട് കാണുകയല്ല, മറിച്ച് ആധ്യാത്മികത ഏതൊരുവൻ്റെയും നിത്യജീവിതത്തിലെ
അനിവാര്യമായിട്ടുള്ളതാണ്. അവൻ്റെ ജീവിതത്തെ ആനന്ദപ്രദമാക്കാൻ ഇതിനെ സാധിക്കൂ എന്ന തിരിച്ചറിവുണ്ടായി അതിനെ പ്രവർത്തിച്ച് ആ പ്രവൃത്തിയെ പൂർണ്ണതയിൽ എത്തിച്ച ആളാണ്. ഇപ്പോഴത്തെ തർക്കത്തിൻ്റെ മുഴുവൻ അടിയിലുള്ളത് നാരായണ ഗുരുദേവൻ സംഘപരിവാറിൻ്റെ ഒരു മൂല്യമൂർത്തിയായിട്ട് ഉപയോഗിക്കപ്പെടാൻ കഴിയുമോ കേരളത്തിൽ എന്ന ഒരു തർക്കമാണ്. അല്ല ഞങ്ങളുടെ ആളാണ് എന്ന് പലരും പറയുന്നു. നാരായണ ഗുരുദേവൻ്റെ പഠിപ്പിക്കലുകൾ ഇപ്പോഴത്തെ സംഘപരിവാരത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതാണോ, RSSന് BJPക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പഠിപ്പിക്കലാണോ നാരായണ ഗുരു നടത്തിയിട്ടുള്ളത്? അല്ലല്ലോ. നാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നു എങ്കിൽ നാരായണ ഗുരുദേവൻ ഏറ്റവും കൂടുതൽ തല്ല് മേടിച്ചിട്ടുണ്ടാവുക RSSകാരുടെ ആയിരിക്കും. എന്തുകൊണ്ടാണ് അത് സ്വാമി? കാരണം നമ്മൾ അതിന് ഇരയായിട്ടുണ്ട്. നമ്മൾ ചോദിക്കുകയാണ്, ഇന്നും നമ്മൾ പല ഭീഷണികൾ നേരിടുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, അമ്പലത്തിലെ കരിമരുന്ന് നിരോധിക്കണം, കരിവീരനെ നിരോധിക്കണം. ഏത് RSS നേതാവ് പറയും? നാരായണ ഗുരുവിനെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലില്ലേ? ജാതീയമായിട്ടുള്ള ജാതി ചോദിക്കരുത്. ജാതിയല്ലേ ഇവിടെ ചോദിക്കുന്നത്. ഈ നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ ഇവരുടെ സിദ്ധാന്തത്തിനെതിരുള്ളതാണ്. നാരായണ ഗുരുദേവൻ ഒരു ഒരു ഉറുമ്പിനും വരുത്തരുത് എന്നാണ് പറഞ്ഞത്. ആ ദർശനവുമായിട്ട് ഇപ്പോഴത്തെ ഈ RSSന് എങ്ങനെ ഒത്തുപോകാൻ സാധിക്കുന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ശരിയായ ആധ്യാത്മികതയോട് ഇവർക്ക് ഒത്തുപോകാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. സംഘപരിവാർ ഇത്തരത്തിൽ തന്നെയാണ് വിവേകാനന്ദനെയും സ്വന്തമാക്കിയത്. വിവേകാനന്ദനും സംഘപരിവാറിന് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരു സ്വാമി അല്ല എന്ന് പറയുന്നവരുണ്ട്. സ്വാമിയുടെ അഭിപ്രായം അല്ല, ഇതൊന്നും ഇപ്പം നമ്മൾ വിവേകാനന്ദ സ്വാമികളുടെ കൂടെ നടന്ന് വിവേകാനന്ദ സ്വാമിജി പറഞ്ഞു തന്നതല്ലല്ലോ. വിവേകാനന്ദ ചരിത്രം ഉണ്ടല്ലോ ഇവിടെ. സാഹിത്യ സർവസ്വത്തിൽ നിന്ന് നമുക്ക് കിട്ടാം. അതല്ലാത്തതിൽ നിന്ന് വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന ആ വിവേകാനന്ദ സ്വാമികളെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ആലോചിക്കുകയാണ് വിവേകാനന്ദ സ്വാമികൾ വിവേകാനന്ദ സ്വാമികളുടെ ഇന്നത്തെ ഒരു ഔന്നിത്യം. ഇന്ന് നമ്മൾ വിവേകാനന്ദ സ്വാമിജി വലിയൊരു ആളായിരുന്നു എന്ന് പറയണം. ആ സ്വാമിജിയുടെ സമാധിയായിട്ട്, അതായത് അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേഹവിയോഗത്തിൽ ഒരു ചെറിയൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അന്നത്തെ അവിടുത്തെ മജിസ്ട്രേറ്റിനോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം വളരെ മോശമായിട്ടുള്ള പരുഷമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. അതിൽ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഹിന്ദു രാജാവായിരുന്നു അന്ന് ഭരിച്ചിരുന്നതെങ്കിൽ ഇദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുമായിരുന്നു എന്നാണ് വിവേകാനന്ദ സ്വാമികളെ. അപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ദേഹവിയോഗം, അതായത് സമാധി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശരീരം വെടിഞ്ഞിട്ട് ആ ഒരു പരിപാടി ഈ വളരെ നാമമാത്രമായ സുഹൃത്തുക്കളും വളരെ കുറച്ച് ആളുകളും ആയിട്ടാണ് ആ ബേലൂർ നടന്നത് എന്ന് നമുക്കിന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വിവേകാനന്ദ സ്വാമികളെ ഏറ്റവും എതിർത്തിരുന്നത് ഈ ബ്രാഹ്മണ മതമാണ്. ഈ ബ്രാഹ്മണ മതം എന്ന് പറഞ്ഞാൽ ഈ അന്ധമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സ്വാമിജി നിശിതമായി വിമർശിക്കുമായിരുന്നു. ഇവരാകെ അംഗീകരിക്കുന്നത് സ്വാമിജി ഹിന്ദു എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? ഈ ധർമ്മത്തിന് ഒരു പേര് നൽകുമ്പോൾ നമ്മളത് പറയും. ഈ ഹിന്ദു എന്ന പദം മുഴുവൻ ഇവർക്ക് പാറ്റൻ്റ് ഇവർ അതിനെടുത്തതാണോ? ഒരിക്കലും സംഘപരിവാരത്തിന് സ്വാമിജിയെ, അന്നത്തെ കാലത്തെ സ്വാമിജിയുടെ കൂടെ നിൽക്കാൻ സാധിക്കില്ല. സ്വാമിജി ഇന്നൊരു സ്വാമി പറയാണ്, വലിച്ചെറിയൂ ഭഗവത്ഗീത, എടുക്കൂ ഫുട്ബോൾ, കാരിരുമ്പിൻ്റെ മസിലുകളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമുള്ള ആൺകുട്ടികളെയാണ് എനിക്ക് രാഷ്ട്ര നിർമ്മാണത്തിന് ആവശ്യം എന്ന് പറയുന്ന വിവേകാനന്ദ സ്വാമികളെ ഇന്ന് അങ്ങനെ ഒരു സ്വാമി പറഞ്ഞ അടി കിട്ടില്ലേ? ആരാ അടിക്കുക? അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ അല്ലെങ്കിൽ നാരായണ ഗുരുദേവൻ ഒന്നും തന്നെ സംഘപരിവാറിൻ്റെ ഇന്നത്തെ പ്രവർത്തന രീതിയിൽ ഒരിക്കലും ഒത്തുപോകുന്നവരല്ല. ശ്രീനാരായണ ഗുരുവിലേക്ക് മടങ്ങി വന്നാൽ അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളും ആരാധകരും അനുഗാമികളും ഒക്കെ ഉള്ളൊരു സമൂഹമാണ് നമ്മുടെ. അദ്ദേഹത്തിൻ്റെ ആ സന്യാസി പരമ്പരയിൽ തന്നെ സന്യാസ ദീക്ഷയെടുത്ത് സന്യസ്തരായവരുണ്ട്, ഒപ്പം തന്നെ പലതരത്തിലുള്ളവരുണ്ട്. അദ്ദേഹത്തെ ദൈവമായി കണ്ട് ആരാധിക്കുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന് സ്വയം കരുതുന്ന, സ്വയം സമർപ്പിക്കുന്ന ആളുകൾ എങ്ങനെ പെരുമാറണം ഈ സമൂഹത്തിൽ, ഈ സാമൂഹ്യ സാഹചര്യത്തിൽ എന്നാണ് സ്വാമിജി കരുതുന്നത്? വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യപരമ്പര, ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യപരമ്പര. തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇപ്പം നമുക്കറിയാം, അതിലെ വളരെ ഇപ്പോൾ പ്രകാശാനന്ദ സ്വാമികൾ ആ പദവിയിലിരിക്കുന്ന ഒരു സ്വാമിജിയാണ്. സ്വാമിജി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നാരായണ ഗുരുദേവൻ്റെ ദർശനം വിഭാഗീയമായ ഒരു ചിന്താഗതി പുലർത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ജാതീയമായ ഒരു കൂട്ടായ്മയോ ഉണ്ടാക്കലോ അല്ല. നാരായണ ഗുരുദേവൻ അതിന് പ്രവർത്തിച്ചിട്ടുള്ള ആളല്ല.
ശിവഗിരി മഠത്തിനും അതല്ല താല്പര്യം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിൽ ഊന്നി നിന്നിട്ടുള്ള പ്രവർത്തനമാണ് ശിവഗിരി മഠത്തിൻ്റേതെന്ന് സ്വാമിജി വ്യക്തമാക്കിയിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെ കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളായിട്ട് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നതിൽ ഒന്ന്, നാരായണ ഗുരുദേവന് ദൈവമല്ല എന്ന് പറയുന്നൊരു പ്രവണത വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത്ഭുത കൃത്യങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ ഇറക്കുക, പ്രചാരണം നടത്തുക എന്നതുപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഗുരുദേവനെ അത്തരത്തിൽ ഒരു ദൈവമായി, ഒരു അവതാരമായി, അതും ഈഴവരെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിരുന്ന ഈഴവ സമുദായത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി പിറവിയെടുത്ത ദൈവത്തിൻ്റെ ഒരു അവതാരമായി കാണുന്നതിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആത്മാർത്ഥമായി വിശ്വസിച്ച് അങ്ങനെ കാണുന്നതിൽ തെറ്റുണ്ട്. അല്ല, വാസ്തവത്തിൽ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഈ ഈഴവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആളുകളെയോ അല്ല മോചിതരാക്കിയത്. വാസ്തവത്തിൽ ദൈവത്തെയാണ് ശ്രീനാരായണ ഗുരു മോചിതനാക്കിയത്. ദൈവത്തിനൊരു വല്ലാത്തൊരു ദുർഗതിയായിരുന്നു, ദൈവത്തിൻ്റെ ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്നു കേരളത്തിൽ. ദൈവമാണ് കെട്ടുപെട്ട് കിടന്നിരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു എന്താ പറയുക ദൗത്യം, അതിലൂടെ ഈഴവരും മോചിതരായി. അതുകൊണ്ട് ഞങ്ങളെ മോചിപ്പിക്കാൻ വന്ന അവതാരമാണ് എന്ന് ഈഴവർക്ക് അല്ലെങ്കിൽ ആ വിശ്വാസം പിന്തുടരുന്നവർക്ക് കരുതാമോ? അങ്ങനെ കരുതുന്നതിൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. നാരായണ ഗുരുദേവന്റെ പഠിപ്പിക്കലിന് എതിരാണോ അത്? അല്ലല്ല, നാരായണ ഗുരുദേവൻ ഇതല്ല. നാരായണ ഗുരുദേവൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇനി പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് തീരെ താല്പര്യമുള്ളതല്ല. കാരണം ശ്രീനാരായണ ഗുരുദേവൻ മുഴുവൻ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മുഴുവൻ മാനവ ലോകത്തിൻ്റെയും മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്. ഗുരുദേവൻ ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ, അദ്ദേഹത്തെ പിന്തുടർന്നു വന്നവരിൽ പലതരം ധാരകളുണ്ടാവാം. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട ധാരകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഇങ്ങനെ വിശ്വസിക്കുന്ന ഈഴവരുടെ വിമോചകനായി ഗുരുവിനെ കണ്ട ഒരു ധാരയുണ്ടായിരുന്നു. അത് ഒരു പ്രമാണിത്വത്തിൻ്റെ ധാര കൂടിയായിരുന്നു. ഒരിക്കൽ കുമാരനാശാൻ തിരുവനന്തപുരത്ത് ഒരു കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ചില ഈഴവ പ്രമാണിമാർ പിറുപിറുത്തുവെന്നും അത് കേട്ട് കുമാരനാശാൻ ഇറങ്ങിപ്പോയി എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുദേവൻ്റെ മറ്റൊരു ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ പുലയർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് അദ്ദേഹത്തെ പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കുകയും അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹം ഗുരുദേവൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറയുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്തതും ഗുരുവിൻ്റെ അനുയായികളും പ്രമാണികളും ആയ കുറേ ആളുകളാണ്. അത്തരത്തിലുള്ള ഒരു പ്രമാണികളുടെ ധാരയുണ്ട്. കുമാരനാശാനെ പോലെയും സഹോദരൻ അയ്യപ്പനെ പോലെയും അദ്ദേഹത്തെ വാക്കിലും ആത്മാർത്ഥതയിലും പിന്തുടർന്നവരുടെ ഒരു ധാരയുമുണ്ട്. ഇത്തരത്തിലുള്ളൊരു രണ്ട് ധാര ഈ സമൂഹത്തിലുണ്ട്. ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരകളിലും അങ്ങനെയുള്ളവരുണ്ട്. അവർ തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തെ പിന്തുടരുന്ന പ്രമാണിമാർക്ക് മേൽക്കൈ കിട്ടുന്നുണ്ട് എന്ന ഒരു ചിന്താഗതി പൊന്തി വന്നിട്ടുണ്ട്. എന്തു പറയുന്നു ഈ നിരീക്ഷണങ്ങൾ? അല്ല, ഇവിടെയൊക്കെ വാസ്തവത്തിൽ ശരിയായ ഗുരുവിനെ അറിയാതെ പോവുകയും ശരിയായ ഗുരു ആരാണെന്ന് നമ്മൾ പഠിക്കാതെ പോകുന്നതും കൊണ്ടുണ്ടാവുന്നതാണ്. കാരണം നമ്മളൊക്കെ ഗുരുവിലൂടെ നമ്മുടെ താല്പര്യങ്ങളെ കാണാൻ ശ്രമിക്കുകയാണ്. ഗുരുവിനെ നമ്മുടെ താല്പര്യ സംരക്ഷണത്തിന് ഗുരുവിനെ ഞാൻ ഉപയോഗിക്കുന്നു. അതാണ് ഇവിടെ വരുന്നത്. എനിക്ക് ഗുരുവിൽ പ്രിയമുണ്ട്, എൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞു എൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ വളരെ മനോഹരമായിട്ട് ഗുരുവിനെ എടുത്തുപയോഗിക്കുന്നു. എങ്ങനെയാണോ ഭീകരവാദികൾ മതത്തെ കൈകാര്യം ചെയ്യും, മതം എടുത്തുപയോഗിക്കുന്നത്, അതിപ്പോൾ ഏത് വിശുദ്ധ ഗ്രന്ഥവും അവർ ഉപയോഗിക്കും അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി. അങ്ങനെ കണ്ടാൽ മതി. ഇത് എല്ലാറ്റിലും ഉണ്ട്. അത് അങ്ങനെ നമുക്കിത് കാണാൻ പറ്റുന്നുള്ളൂ. അതാണ് അതിൻ്റെ സത്യവും. ഇതൊക്കെ പറയുമ്പോൾ കാവ്യ എടുത്തിട്ടുണ്ടെങ്കിലും സ്വാമിയാണെങ്കിലും ഇതൊക്കെ പറയുന്നതിന് നിങ്ങൾക്കെന്താ ആധികാരികത എന്ന് ചോദിക്കുന്ന ഒരു കാലമാണിത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഇങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്ന് പലതരത്തിൽ പറയുന്ന പല ആളുകൾ നമ്മളുണ്ട്. അവരൊക്കെ തെക്ക് നിന്ന് വരുന്നോ വടക്ക് നിന്ന് വരുന്നോ, അവരൊക്കെ ഏത് ജാതിയിൽ നിന്ന് വരുന്നു, ഏത് മതത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കപ്പെടുന്ന ഒരു കെട്ടകാലമാണ് നമ്മുടേത്. ഒരു പക്ഷേ സ്വാമി ഇങ്ങനെയൊക്കെ നാരായണ ഗുരുവിന് സ്വന്തം വ്യാഖ്യാനങ്ങളുമായി രംഗത്ത് വരുമ്പോൾ ചോദിക്കും, സ്വാമിയുടെ പൂർവാശ്രമത്തിൽ സ്വാമി ആരായിരുന്നു എന്ന ചോദ്യം പോലും ഉയരും. അതൊക്കെ നേരിടാൻ തയ്യാറായിട്ടാണോ ഇരിക്കുന്നത്? അതെയല്ലോ, തീർച്ചയായിട്ടും. കാരണം ഗുരുദേവനെ വ്യാഖ്യാനിക്കാൻ, ശ്രീനാരായണ ഗുരുദേവനെ വ്യാഖ്യാനിക്കാൻ ഈഴവനെ കഴിയൂ അല്ലെങ്കിൽ ഇന്നവർക്കേ സാധിക്കൂ എന്ന്
ഒക്കെ അത് തെക്കൻ കേരളത്തിലുള്ള ഇഴവന് പറ്റും. ഇഴവന് പൊതുവായി പറയരുത്, അത്തരത്തിലുള്ളൊരു വ്യാഖ്യാനം വന്നാൽ. അല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കാം. എന്താ വ്യാഖ്യാനിച്ചുകൂടാത്തത്? കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നല്ല ചർച്ചയ്ക്ക് തയ്യാറാണ്. അത് ആ ദർശനങ്ങളിൽ നിന്നുകൊണ്ട് വെറുതെ അതും ഇതും പറഞ്ഞു എന്നല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാമല്ലോ. ഗുരുദേവൻ പ്രവർത്തിച്ചത് ഇവിടുത്തെ വൃത്തികേടുകളെ, അനാചാരങ്ങളെ, ആ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അറിവില്ലായ്മയിൽ നിന്ന് സംജാതമായതാണ്. പിന്നെ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു വിഭാഗം എല്ലാറ്റിനും അധികാരികളായിട്ട് ഇവിടെ നിൽക്കുന്നു. മനുഷ്യന് കിണർ, ഇത്രയും വലിയ ആഴത്തിൽ കിണർ കുഴിച്ച് അതിൽ വെള്ളം കാണിച്ചു കൊടുത്ത് ആ വെള്ളം മുഴുവൻ എടുത്തു കഴിഞ്ഞ് പിന്നെ ആ കിണറിൻ്റെ കയറ് തൊട്ടാൽ, ആ കിണറിൻ്റെ പടവ് തൊട്ടാൽ, ഈ കുഴിച്ച് എല്ലാം ചെയ്ത ആൾ തൊട്ടാൽ കിണർ അശുദ്ധമാകും എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് കിണർ വെള്ളം കുടിക്കാതിരുന്ന ജനത. എന്താ പറയുക, പൈപ്പൊന്നും അന്നില്ല. കുളത്തിലും പുഴയിലും പോയിട്ട് വെള്ളം എടുത്ത് പാചകമൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ദുരിതം അനുഭവിച്ച ആ ജനതയ്ക്ക് ഒരു സായുധ വിപ്ലവത്തിലൂടെ അല്ലാതെ ആ ഋഷിയുടെ ശാന്തിയുടെ, ആധ്യാത്മികതയുടെ ആ ശാന്തിയെ ശരിക്കെടുത്ത് അവതരിപ്പിച്ച് ഇതിനെ മുഴുവൻ കീഴ്മേൽ മറിച്ച് ഉഴുതുമറിച്ച് വളരെ ശാന്തമായ വിപ്ലവം നടത്തിയിട്ട് മനുഷ്യന് സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാൻ പ്രേരിപ്പിച്ച ഒരാളല്ലേ ഗുരു. അദ്ദേഹം സംഭവിച്ചു കഴിഞ്ഞിട്ട് പല തലമുറകൾ കേരളത്തിലൂടെ കടന്നുപോയി. പല തലമുറകൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പലതരത്തിൽ നോക്കിക്കണ്ടു. ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാനും വിട്ടുകൊടുക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരു തർക്കം നടക്കുന്നു. ഗുരു ദർശനം അവതരിപ്പിച്ചതിന് ശേഷം ഗുരുദർശനത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോഴത്തെ തർക്കം എത്രമാത്രം അപകടകരമാണ്, എത്രമാത്രം അതിനെ അതിജീവിച്ച് ഗുരുദർശനം മുന്നോട്ട് വരും? താങ്കൾ എന്താണ് കരുതുന്നത്? അല്ല, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പറയാം. കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അപകടകരമായ ഒരു പ്രവണത ഈ വരുന്നുണ്ട്. അത് വല്ലാതെ ഭയം ഉണ്ടാവും. സന്യാസിക്ക് ഭയം പാടില്ല എന്നാണ്. പക്ഷേ എന്നാലും ഇത് എന്താവും നമ്മുടെ സ്വൈര്യ ജീവിതത്തിന് എന്നുള്ളത്. ഇപ്പോൾ ഗോഡ്സയുടെ ക്ഷേത്രം വരുന്നു എന്ന് പറയുമ്പോൾ, കേരളത്തിൽ പോലും വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കരുതേണ്ടത്? ഇപ്പോൾ നമ്മുടെ ആരാധ്യമൂർത്തി ആരാണ്? വളരെ ഇതായിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഗുരുവിനെയൊക്കെ ഇനി ഇതാണ് ഗുരു എന്ന് പറയുകയാണ്. ഈ വർഗീയവാദിയായിട്ടുള്ള ഒരു ഗുരു, ശ്രീനാരായണ ഗുരുവിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഇതാണ്. അപ്പോൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള അത് ഇപ്പോൾ ഉള്ള ഒരാചാര്യനെയാണെങ്കിൽ അത് പറ്റില്ലല്ലോ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഭൗതിക ശരീരത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നാരായണ ഗുരു പറഞ്ഞേനെ എന്താണെന്നുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് സൗകര്യമാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ. ആ ദുർവ്യാഖ്യാനം നടക്കുന്നുണ്ട്. ചോദിക്കട്ടെ അവസാനമായിട്ട്, ഇത് അതിജീവിച്ചുകൊണ്ട് ഗുരുദർശനം അതിൻ്റെ ശരിയായ സത്തയും വീണ്ടും മുന്നിലേക്ക് വരും, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഗുരുദർശനം അതിജീവിക്കും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അതിലൊന്നും സംശയമില്ല. ഗുരുദേവ ദർശനത്തിന് യാതൊരു വിധത്തിലുള്ള പോറലും ഏറ്റിട്ടില്ല. ഗുരു ഇവിടെ കത്തിച്ച് വെച്ച വിളക്ക് ഒരു തരത്തിലും അണയ്ക്കാൻ അത് ആർക്കും സാധ്യമല്ല. ആ വിളക്ക് സംരക്ഷിക്കപ്പെടുന്നത് ഇവിടുത്തെ SNDP യോഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ ഒന്നുമല്ല. അതൊരു ദീപമാണ്. അത് അണയാത്തൊരു കിടാവിളക്ക് തന്നെയാണ്. അത് സംരക്ഷിക്കുന്നത് ഇവിടുത്തെ ഗുരുവിൻ്റെ ദർശനങ്ങൾ പഠിച്ചിട്ടുള്ള സന്യാസി പരമ്പരയാണ്. അവരാണത് ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നത്. അവരുടെ മുന്നിൽ മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല. വസ്തുവകകളെ സംരക്ഷിക്കലോ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അപകർഷണങ്ങൾ അതിൻ്റെ സ്വാദ് അനുഭവിക്കാനോ ഒന്നുമല്ല അവർ ഈ വസ്ത്രം ധരിച്ച് ഈ ഒരു വിചാരധാരയിലേക്ക് വന്നിട്ടുള്ളത്. അവരിലൂടെയാണ് ഈ ധർമ്മത്തിൻ്റെ സംരക്ഷണം. അതുകൊണ്ടാണ് ഇതിന് ഈ ഗുരു പരമ്പര എന്ന് പറയുന്നത്. ആ പരമ്പര ഇവിടെ കണ്ണിയേറ്റ് പോവില്ല. നമ്മളതിലാണ് വിശ്വസിക്കുന്നത്. നാരായണ ഗുരുദേവൻ കൊളുത്തിവെച്ച അതുണ്ട്. ഇപ്പം നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും പലരും നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവാം. പക്ഷേ നല്ല ഒരു സന്യാസി സമൂഹം ഇവിടെയുണ്ട്. നാരായണ ഗുരുദേവൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അത് എത്രമാത്രം കേരളത്തിന് ആവശ്യമായിരുന്നു. ഒരു മഴ കിട്ടേണ്ട സമയത്ത് കിട്ടിയതുപോലെയാണ് ആ മഴ വന്നത് ഇവിടെ. അതൊരു സൂര്യ തേജസ്സായിട്ടുള്ള ഗുരുവിൻ്റെ അത് ആർക്കും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഇത് എല്ലാ സമൂഹവും, കേരളത്തിലെ എല്ലാ തുറയിൽ നിന്നുള്ള ആളുകളും, പ്രത്യേകിച്ച് സാഹിത്യകാരന്മാർ, അതുപോലെ എല്ലാവരും ഒരു തുറന്ന ചർച്ചയിലേക്ക് നാരായണ ഗുരുദേവ ദർശനം അല്ലെങ്കിൽ അതെങ്ങോട്ട് പോകുന്നു, അതെങ്ങോട്ട് പോകേണ്ടതാണ്, അതിനെ സ്വതന്ത്രമാക്കി ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് അതിനൊരു തലമുണ്ട്. ആ തലത്തിൽ നിർത്തണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹവും സങ്കല്പവും. വളരെയധികം നന്ദി സാർ.